സാർ നമസ്കാരം. ഛത്തീസ്ഗഡ് തന്നെയാണ് സാർ വിഷയം. ഛത്തീസ്ഗഡ് നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് ഓഫീസോ ബാക്കി ഒരു ഒരു കാര്യങ്ങളും അവിടെ ഇല്ല. പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള പ്രദേശങ്ങളാണ് അവിടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നക്സൽ നക്സലൈറ്റുകൾക്കെതിരെ മാവോയിസ്റ്റുകൾക്കെതിരെയൊക്കെ നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അജണ്ട കൂടിയാണ്. അത്തരത്തിൽ ഈ നക്സൽ ബാധിത പ്രദേശമായ ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഇവർ ഇത്ര നിഷ്പ്രയാസം ഈ പെൺകുട്ടികളെ അടക്കം കടത്തിക്കൊണ്ടുവരുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം. അതായത് ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ത്യ ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റുകൾക്കോ കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഉണ്ട്. അതിനെയാണ് നക്സൽ ബാധിത പ്രദേശങ്ങൾ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ചില സ്ഥലങ്ങൾ മാവോയിസ്റ്റുകളുടെ പ്രദേശങ്ങളാണ്, ചില സ്ഥലങ്ങൾ നക്സലൈറ്റുകളുടെ പ്രദേശങ്ങളാണ്. ഇതൊക്കെ വളർന്നു വരാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പലതായിട്ട് പിളരുകയും ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പിളർപ്പിനെ തുടർന്ന് 36 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. ഈ 36ഓളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ചിലര് തീവ്രവാദ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് മാവോയുടെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണകൂടത്തെ ആയുധം കൊണ്ട് കീഴടക്കണം എന്നുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ പിന്തുടർന്നു. അങ്ങനെ പിന്തുടരുമ്പോൾ അവർ ചെയ്യുന്നത് ജന്മിമാരെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ പണക്കാരെ വെടിവെച്ച് കൊല്ലുക, പിന്നെ ജനപ്രതിനിധികളെ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെയുള്ളവരെ വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് ആ ഒരു പ്രദേശം പിടിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിക്കുക. ഇപ്പൊ ചൈന പോലെ, കൊറിയ പോലെ, ക്യൂബ പോലെ ഭരിക്കാം. ഇതാണ് അത്തരം പ്രദേശം. അവർ ജനാധിപത്യം അംഗീകരിക്കുന്നില്ല. അവരാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസത്തിൽ ജനാധിപത്യം ഇല്ലല്ലോ. ഇപ്പൊ ചൈനയിലോ ക്യൂബയിലോ കൊറിയയിലോ ഒന്നും ജനാധിപത്യം ഇല്ല. അവിടെ പ്രതിപക്ഷ പാർട്ടി ഇല്ല, തെരഞ്ഞെടുപ്പില്ല, ഒന്നുമില്ല. അടിച്ചമർത്തിയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഭരണം. ആ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും. അപ്പോൾ ഈ നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും ഇപ്പോൾ ചെയ്യുന്നത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ, ഞാൻ ഒരിക്കൽ അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുമായിട്ട് നേരിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം കോട്ടയം ജില്ലയിലെ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ അദ്ദേഹം ഒരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞങ്ങളുടേതായിട്ടുള്ള ഭരണപ്രദേശങ്ങൾ ഉണ്ടാക്കുക. അത് അങ്ങേയറ്റം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ് ഇവിടെയൊക്കെ ആരംഭിച്ച് ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ബീഹാർ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം വരെ ചെറിയ ചെറിയ കമ്മ്യൂണുകൾ ഉണ്ടാക്കി ഈ കമ്മ്യൂണുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇന്ത്യയെ മോചിപ്പിക്കാം. ഇതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇതെന്നോട് പറഞ്ഞത് ഒരു നക്സലൈറ്റ് ഗ്രൂപ്പിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഒത്തിരി നക്സലൈറ്റുകളുണ്ട്. ഫ്ലാഗ്, റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ ആയുധം കൊണ്ട് ഇന്ത്യയെ മോചിപ്പിച്ച് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യ ഭരണം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചായത്ത് പിടിച്ചെടുക്കുക, ഒരു താലൂക്ക് പിടിച്ചെടുക്കുക, ഒരു ജില്ല പിടിച്ചെടുക്കുക. എന്നിട്ട് അവിടെ പഞ്ചായത്ത് ഓഫീസ് വേണ്ട, ജില്ലാ താലൂക്ക് ഓഫീസ് വേണ്ട, വില്ലേജ് ഓഫീസ് വേണ്ട, കളക്ടർ വേണ്ട, കളക്ടറേറ്റ് വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടിലേക്ക് മാറിയിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിക്കുക. ഇത് ഇന്ത്യക്കകത്ത് ഇപ്പോൾ നിലവിലുള്ള യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ഇന്ത്യ ഗവൺമെന്റ് ശക്തമായ നടപടിയെടുക്കുന്നുണ്ട്. അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കും എന്ന് കേന്ദ്ര ഗവൺമെന്റ് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. അതിന് ധാരാളം സൈനികരെയൊക്കെ അങ്ങോട്ട് നിയോഗിക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ കാണാം, ഇന്ന് ഇത്ര മാവോയിസ്റ്റുകളെ വധിച്ചു, ഇത്ര നക്സലൈറ്റുകളെ വധിച്ചു. അത് തിരിച്ചുണ്ട്, നക്സലൈറ്റുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ഇത്ര പോലീസുകാരെ വധിച്ചു, അങ്ങനെയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ബസ്തർ ജില്ല. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നതിലെ ബസ്തർ എന്ന് പറയുന്ന പ്രദേശം. ആ ജില്ല തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലാണ്, സായുധ ഭരണത്തിന്റെ കീഴിലാണ്. അവിടെ വില്ലേജ് ഓഫീസ് ഇല്ല, അവിടെ പഞ്ചായത്ത് ഓഫീസ് ഇല്ല, അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഇല്ല, അവിടെ ടെലിഫോൺ ഓഫീസ് ഇല്ല, അവിടെ നാഷണലൈസ്ഡ് ബാങ്ക് ഇല്ല. ഉണ്ടെങ്കിൽ കൊള്ളയടിക്കും. ആകെപ്പാടെ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു കളക്ടർ മാത്രം. മലയാളികളായിട്ടുള്ള പല കളക്ടർമാരും അവിടെ ഉണ്ട്, വനിതാ കളക്ടർമാർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ കളക്ടറേറ്റ് ഒന്നും പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നുമില്ല. അവരൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധത്തിൽ അങ്ങ് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആകെപ്പാടെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും വലയത്തിനുള്ളിൽ ആ പ്രദേശത്തെ ഒതുക്കി നിർത്തി പതുക്കെ പതുക്കെ ഈ മാവോയിസ്റ്റുകളെയും നക്സലൈറ്റുകളെയും കൊന്നു 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 തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇന്ത്യക്ക് അകത്തായി പോയല്ലോ. ഇവരൊക്കെ ഇന്ത്യൻ പൗരന്മാരുമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ നികുതി പിരിക്കുന്നത്, അവിടെ ഭരണം നടത്തുന്നത്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ കച്ചവടം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവർ തന്നെയാണ്.
ഈ നക്സലൈറ്റുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ തന്നെ. അവിടെ നിന്ന് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോവുകയും അവർക്ക് നിർബന്ധിതമായ ആയുധ പരിശീലനം കൊടുക്കുകയും അവരെ സൈനികരായിട്ട്, അതായത് കമ്മ്യൂണിസ്റ്റ് സൈനികരായിട്ട് മാറ്റുകയും അവരെ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുക. അതായത് മനുഷ്യ ബോംബാക്കി മാറ്റുക, അല്ലെങ്കിൽ ചാവേറുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ ആയുധ പരിശീലനം കൊടുത്തിട്ട് പോരാളികളാക്കി മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ സംസ്ഥാന ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ടാക്കി അതിന്റെ നോട്ടിഫിക്കേഷൻ ചെയ്ത് അങ്ങനെ കൃത്യമായും വേർതിരിച്ച ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ വൃദ്ധനാവട്ടെ ആരുമാണ്, ആ പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് വരണമെങ്കിലും തിരിച്ചകത്തേക്ക് കയറണമെങ്കിലും ഭരണകൂടത്തെ അറിയിച്ചിരിക്കണം എന്ന് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് സംസ്ഥാന ഭരണകൂടത്തിന്റെ അനുവാദമില്ലാതെ അത്തരം പ്രദേശങ്ങളിൽ നിന്ന് ഒരു വ്യക്തി പോലും ഒരിടത്തോട്ടും ചലിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ നിയമം ഉണ്ടാക്കാൻ എന്താ കാരണം? വിദേശ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പിന്തുണ ആയുധങ്ങളുടെ രൂപത്തിലും മയക്കുമരുന്നിന്റെ രൂപത്തിലും സമ്പത്തിന്റെ രൂപത്തിലും ഈ പ്രദേശങ്ങളിലേക്ക് വരുന്നുണ്ട്. കൂടാതെ ഇന്ത്യ ഗവൺമെന്റിന്റെയും ഇന്ത്യൻ പോലീസിന്റെയും പട്ടാളത്തിന്റെയും നീക്കങ്ങളെ വളരെ വിദഗ്ധമായി ചോർത്തിയെടുക്കാൻ കഴിയുന്ന അന്താരാഷ്ട്ര ഉപകരണങ്ങൾ, സയന്റിഫിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച് ഇവരിവിടെ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും പോലീസിന് അറിയാം. അതുകൊണ്ട് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള അവിടെ നിന്ന് പുറത്തേക്കും അകത്തേക്കുമുള്ള യാത്ര നടത്തുന്ന സമയത്ത് സംസ്ഥാന ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് ഇവർക്കുണ്ട്. നിങ്ങൾ പുറത്തു പോകുമ്പോൾ സംസ്ഥാനത്തെ അറിയിക്കണം, നിങ്ങൾ അകത്തേക്ക് വരുമ്പോഴും അറിയിക്കണം. ഇത് അവിടെ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. ബസ്തറിലും നാരായൺപൂറും അങ്ങനെ അടക്കമുള്ള ആ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയുണ്ട്. ഈ പ്രദേശത്ത് നിന്നാണ് ഛത്തീസ്ഗഡിലെ 3 പെൺകുട്ടികളെ ഈ 2 കന്യാസ്ത്രീകൾ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ കന്യാസ്ത്രീകൾക്ക് ഇത് നടക്കുന്നു. നരേന്ദ്രമോദിക്ക് പറ്റുന്നില്ല, അമിത്ഷായ്ക്ക് പറ്റുന്നില്ല, ഇന്ത്യൻ പട്ടാളത്തിന് പറ്റുന്നില്ല, ഇന്ത്യയിലെ പോലീസിന് പറ്റുന്നില്ല, പാകിസ്ഥാനെ നിലക്ക് നിർത്തുന്ന ഇന്ത്യൻ പട്ടാളത്തിന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം? വെടിവെച്ചാൽ സ്വന്തം ആൾക്കാരാ മരിക്കുന്നത്, സ്വന്തം മണ്ണിനകത്താണ് ഈ സംഭവം. അപ്പോൾ അവിടെ കർശനമായ നിയമങ്ങൾ കൊണ്ട് നമുക്ക് നിരോധനം ഏർപ്പെടുത്തുക അല്ലാതെ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു നിരോധനവുമില്ലാതെ കന്യാസ്ത്രീകൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, യാത്ര ചെയ്യുന്നു, ആളെ കൂട്ടുന്നു, ആ ആൾക്കാരെ കൊണ്ടുപോകുന്നു. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം മതപരമായ കാര്യങ്ങൾ, ദൈവത്തോട് അത് അടുത്ത് നിൽക്കുന്നവർക്ക് അമാനുഷികമായ ദൈവിക ശക്തി ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അവർ ഈ രാജ്യത്തെ നിയമങ്ങളെ അംഗീകരിക്കണ്ടേ? ഈ രാജ്യത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമങ്ങളെ അംഗീകരിക്കണ്ടേ? അത് അംഗീകരിക്കുന്നില്ല. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ഇത് കോടതി പറഞ്ഞ കാര്യം. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, നോ സ്റ്റേറ്റ് അതോറിറ്റി വാസ് ഇൻഫോംഡ് ബിഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ ട്രൈബൽ ഗേൾസ്. അതായത് ഈ ആദിവാസി പെൺകുട്ടികളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്ന കാര്യം ഒരു അതോറിറ്റിയെയും ഇൻഫോം ചെയ്തിട്ടില്ല. അത് മതി അകത്ത് പോകാൻ. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അല്ലാതെ BJPയുടെ RSSന്റെ നിയമം അനുസരിച്ചല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ നിയമം ഉണ്ടാക്കിയതോ? ഈ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടാക്കിയ നിയമമാണ്. അപ്പോ ഇത് BJP ഉണ്ടാക്കിയ നിയമമല്ല. ആ നിയമമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, ദ ആപ്ലിക്കൻസ് ഡിഡ് നോട്ട് പ്രൊവൈഡ് എ വാലിഡ് റീസൺ ഫോർ ടേക്കിംഗ് ദ ഗേൾസ് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഈ പെൺകുട്ടികളെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് വാലിഡ് ആയിട്ടുള്ള ഒരു റീസണും ഈ പറയുന്ന കന്യാസ്ത്രീകൾ മുന്നോട്ട് വച്ചിട്ടില്ല. ഈ 2 കാര്യങ്ങളുടെ പേരിലാണ് അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. ഞാനിത് ഈ കോടതി ഉത്തരവിന്റെ കോപ്പിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്റെ കയ്യിൽ ഈ കോടതി ഉത്തരവിന്റെ കോപ്പി ഉണ്ട്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറ്റകരമല്ലേ? ഒരു രാജ്യത്തിന്റെ നിയമത്തെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് പുരോഹിതരാണെങ്കിലും കന്യാസ്ത്രീകളാണെങ്കിലും രാജ്യവിരുദ്ധമായ നിലപാടല്ലേ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് കൂടിയാണ് ഇപ്പൊ പ്രജിത ചോദിച്ച ചോദ്യത്തിന്റെ പൊരുൾ. അതായത് കോടതി എതിര് നിൽക്കുന്നു, സ്റ്റേറ്റ് എതിര് നിൽക്കുന്നു, സെൻട്രൽ ഗവൺമെന്റ് എതിര് നിൽക്കുന്നു, പട്ടാളം എതിര് നിൽക്കുന്നു. പക്ഷെ ഞങ്ങൾ ദൈവം തമ്പുരാന്റെ പ്രവൃത്തി തുടരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ നിയമങ്ങൾക്ക് പുല്ലുവിലയാണ് എന്നല്ലേ കന്യാസ്ത്രീകൾ അവിടെ തെളിയിച്ചത്. കന്യാസ്ത്രീകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരല്ലല്ലോ. ഇനി ആണെങ്കിൽ തന്നെ അവർക്ക് വിവരവും ഇല്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ മുകളിൽ മദർ സുപ്പീരിയർ ഉണ്ടല്ലോ.
മദർ സുപ്പീരിയറിന്റെ മുകളിൽ ബിഷപ്പ് ഉണ്ടല്ലോ, ബിഷപ്പിന്റെ മുകളിൽ കാർദിനാൾ ഉണ്ടല്ലോ, കാർദിനാളിന്റെ മുകളിൽ മാർപ്പാപ്പ ഉണ്ടല്ലോ. ഇവർക്ക് ആർക്കും വിവരമില്ലാതെ വരികയല്ലോ. അപ്പൊ ഇവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങളും ഇവിടുത്തെ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ കേന്ദ്ര സർക്കാരും ഒന്നും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു പ്രത്യേക മനോഭാവമുണ്ടല്ലോ. ആ മനോഭാവമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല, ഇത് ഉണ്ടാക്കുന്നതാണ്. മറിച്ച് ഇപ്പൊ ഇവരെ ഈ പെൺകുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതോറിറ്റിയെ അറിയിക്കുക. സംസ്ഥാന അതോറിറ്റിയുടെ മുമ്പ് പറയാം, ഞങ്ങൾ 3 പെൺകുട്ടികളെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്, അവരുടെ പേര് ഡീറ്റെയിൽസ് ഇതായിരുന്നു, ഇത്രയും പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നയാളാണ്. ഞാൻ ലക്ഷദ്വീപിൽ പോകുന്ന സമയത്ത് അവരാദ്യം എന്നോട് ചോദിക്കുന്ന ആധാർ കാർഡാണ്. ഒരാഴ്ച മുമ്പ് ആധാർ കാർഡും കൊടുക്കണം, നമ്മുടെ ഫോട്ടോ കൊടുക്കണം, നമ്മുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കണം, എന്തിനാണ് അവിടെ ചെല്ലുന്നതെന്ന് കൊടുക്കണം, ഏതൊക്കെ സ്ഥലമാണ് സന്ദർശിക്കുന്നതെന്ന് കൊടുക്കണം. ഇത്രയും കാര്യം എഴുതി കൊടുത്താൽ മാത്രമേ BJPയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള എനിക്ക് പോലും ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശം, സംസ്ഥാനം പോലുമല്ല, കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശത്ത് എനിക്ക് പോലും കാല് കുത്തണമെങ്കിൽ ഒരാഴ്ച മുമ്പ് ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അത് അംഗീകരിക്കണം. അഡ്മിനിസ്ട്രേറ്റർ റിജക്ട് ചെയ്താൽ എനിക്ക് പോകാൻ പറ്റില്ല. അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് ലക്ഷദ്വീപ് പോകത്തുള്ളൂ. അതിനേക്കാൾ കടുത്ത നിയമമാണ് ഛത്തീസ്ഗഡിൽ. അതിന്റെ കാരണം ഈ മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും അടക്കി വാഴുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് പുല്ലുവിലയാണ് എന്നല്ലേ അതിന്റെ പച്ച മലയാളം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യം? അപ്പോൾ മാവോയിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഇവരെ തൊടാത്തത്? മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും എന്തുകൊണ്ടാണ് ഇവരെ തൊടാത്തത്? അപ്പൊ മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും ഭരിക്കുന്നിടത്ത് കന്യാസ്ത്രീകൾക്ക് യഥേഷ്ടം യാത്ര ചെയ്യാനും അവിടുത്തെ ആൾക്കാരെ നിയമവിരുദ്ധമായി മറ്റൊരു സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടു പോകാനും സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഒരു മീഡിയയും ചോദിക്കാത്തത്? ഈ ചോദ്യം എന്തുകൊണ്ടാണ് ചാനലിൽ ചർച്ച ചെയ്യപ്പെടാത്തത്? ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് ഒഴിച്ചാൽ ഏതെങ്കിലും ഒരു ചാനൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നതായിട്ട് കാണാൻ പറ്റും? ഈ വിഷയം ആർക്കെങ്കിലും ചർച്ച ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? എന്താ ധൈര്യം ഇല്ലാത്തത്? അപ്പോൾ ഗൗരവപരമായിട്ടുള്ള കാര്യമാണ് പ്രജിത ചോദിച്ചത്. ഏതായാലും ഈ ചോദ്യം ചോദിച്ചതിന് ഞാൻ ചാനലിനോടും പ്രജിതയോടും നന്ദി പറയുകയാണ്. കാരണം ഇതൊക്കെ ചോദിക്കാൻ ഒരു ധൈര്യം വേണേ. ഇവിടെ ബാക്കി ചാനലിലൊക്കെ ഓരോരുത്തരെ വിറപ്പിക്കുകയും തുള്ളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി അവതാരകന്മാരും ഒക്കെ ഉണ്ടല്ലോ. കമാന്നൊരക്ഷരം മിണ്ടുകയല്ല. ഈ പറയുന്ന ചോദ്യം, പ്രജിത ചോദിച്ച ഈ ചോദ്യം ചോദിക്കാൻ നട്ടലുള്ള ഒരു ഒറ്റ അവതാരിക കേരളത്തിലില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം ഞാൻ എല്ലാ ചാനലിലും പോകുന്നതാണ്. ഇന്നലെ പോയതാ 2 ചാനലിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും മിണ്ടുകയല്ല. അപ്പൊ ബാക്കിയെല്ലാം ഒളിച്ചു വെക്കുന്നു. ഏതായാലും ഈ ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും പറയാൻ കഴിഞ്ഞത്. നിയമം എല്ലാവരും പാലിക്കപ്പെടാനുള്ളതാണ്. അത് പുരോഹിതന്മാരായാലും, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാരായാലും അത് പാലിക്കുക തന്നെ വേണം. ആരും അതിനു മുകളിലല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ ഈ മതം വെച്ച് കളിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി, ആ ഒരു തുറുപ്പ് ചീട്ട് കൂടി ഇവിടെ ഇറക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ കേസിൻ്റെ നാൾവഴികളിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന്. നന്ദി സർ.